ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടുകളയുക. നമുക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ മൊത്തമായിട്ടുള്ള അവരുടെ ഒറിജിനൽ സ്നേഹമൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നില്ല. എല്ലാ ഇമോഷൻസിനെയും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയെയും ആ വ്യക്തി കൺട്രോൾഡ് ആണ്, അവരുടെ കയ്യിലാണ് ഉള്ളത്. അതുമാത്രമല്ല, ഒരുപാട് വഴക്കിട്ടതായിട്ടും ഒരുപാട് വാക്ക് തർക്കമുണ്ടായതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നും തുറന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളോടൊന്നും ഞാൻ തുറന്ന് പറയത്തില്ല. എന്നാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോട് പറയും. എന്നാൽ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം, അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ്, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു, എന്തൊക്കെ സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ, എന്തോ സംസാരിച്ചു, ചുമ്മാ കണ്ടു സംസാരിച്ചു പോന്നു. എന്താ സംസാരിച്ചതെന്ന് ആ കാര്യം വ്യക്തമായിട്ട് പറയാത്തൊരു വ്യക്തിയാണ്. വഴക്കുണ്ടാവുന്ന സമയത്തും നിങ്ങളെയാണ് എപ്പോഴും മാനിപ്പുലേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരാളാണ്, ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത വീടായിരുന്നു, ഇപ്പം നീ വന്നതിന് ശേഷം ഇവിടെ മൊത്തമേ പ്രശ്നമാണ്. അങ്ങനെ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല, എൻ്റെ അമ്മ ചെയ്യുന്ന പോലില്ല, അല്ലെങ്കിൽ നീ ചെയ്യുന്നതിനൊന്നും ഒരു വൃത്തിയില്ല. അങ്ങനെ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തൽ കാണും. നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു. ഇമോഷണലി ആയിക്കോട്ടെ, ഫിസിക്കലി ഒക്കെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ജീവിതമായിരുന്നു നിങ്ങളത്. പക്ഷേ ഈ തേർഡ് പാർട്ടിയും കൂടെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഫുള്ളങ്ങ് വെള്ളം കലക്കിയ പോലെ അങ്ങ് നിങ്ങളുടെ ജീവിതവും അങ്ങ് കലങ്ങിപ്പോയി. ഇപ്പോൾ നിങ്ങളെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. ഈഗോ ഉണ്ട് പുള്ളിക്ക്. നിങ്ങളെ വിളിക്കണോ വേണ്ടായോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. ഫുള്ളി കൺഫ്യൂഷനാണ് മനസ്സിൽ മൊത്തം. പുള്ളിയുടെ മനസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സമയവും പിന്നെ രാത്രി കാലങ്ങളിലാകുമ്പോൾ നിങ്ങളെ പറ്റിയാണ് കൂടുതൽ ആലോചിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചിരുന്ന നല്ല സന്ദർഭങ്ങളാണ് കൂടുതൽ ആലോചിക്കുന്നത്. അയ്യോ അവളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല രസമായേനെ എന്നൊക്കെ. ഇപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ അയ്യോ അവനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേനെ, എന്നെ കുറേ കൂടെ കെയർ ചെയ്തേനെ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ കെയർ ചെയ്തേനെ, എന്നെ കുറേയും കൂടെ മോട്ടിവേറ്റ് ചെയ്തേനെ എന്നൊക്കെ പുള്ളി ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ രാത്രി സമയം. നിങ്ങളെ രാത്രിയാകുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു നിങ്ങളിലേക്ക് വരണം, ഒരു ഡീപ്പ് കണക്ഷന് വേണ്ടിയിട്ട് പഴയ പോലെ തന്നെ ഒന്നായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സന്ദർഭമാണ്. പുള്ളി എപ്പോഴും നിങ്ങളെ പറ്റിയാണ് രാത്രി ചിന്തിക്കുന്നത്. അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ കുറേയും കൂടെ നല്ലോണം നോക്കിയേനെ, എനിക്കൊരു ആശ്വാസമായിരുന്നേ. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയതാണ്, അവർ സപ്പോർട്ട് ചെയ്യും, എന്നും കൂടെ കാണും എന്ന് വിചാരിച്ചാണ് പുള്ളി അങ്ങോട്ട് പോയത്. പക്ഷെ അവരെ എന്നും കൂടെ കാണത്തില്ലെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറൊരു റിലേഷൻഷിപ്പ് തന്നെയല്ല. ഇപ്പോൾ ചിലപ്പം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇപ്പോൾ അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അല്ലെങ്കിൽ നാത്തൂൻ, അങ്ങനെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ പോലെ തേർഡ് പാർട്ടി ഇൻവോൾവ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുവാണ്. അതിൽ വന്നിട്ട് നാത്തൂന് വന്നിട്ട് ഇടങ്കോലിടത്തില്ലേ, അതുപോലൊരു തേർഡ് പാർട്ടി. ഇപ്പോൾ അമ്മായിമ്മ പോലെ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഇതിൽ വഴക്കുണ്ടാക്കുവാണ്, നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുവാണ്. അയ്യോ അവൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളെ അവരുടെ നല്ലതല്ല കാണിക്കുന്നത്, എപ്പോഴും ചീത്ത കാണിച്ച് നിങ്ങളുടെ ലൈഫ് കുളം തോണ്ടുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എപ്പോഴും ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം, ഇവൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇപ്പോൾ മനസ്സിലായി തേർഡ് പാർട്ടി അത്ര നല്ല ആളൊന്നും അല്ല എന്ന് മനസ്സിലായി. ഒറ്റപ്പെടലിൻ്റെ വേദന നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കാൻ തുടങ്ങി.
നിങ്ങളുടെ പാർട്ട്ണർക്ക് മനസ്സിലാവുകയാണ്, അയ്യോ അന്ന് വഴക്കിട്ടപ്പം അവളോട് ഞാൻ പറയണ്ടായിരുന്നു ഇറങ്ങിപ്പോവെന്ന്, ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട് ഇപ്പം പുള്ളിയുടെ മനസ്സിൽ. ഇങ്ങനെ ഓർത്തോർത്ത് സങ്കടപ്പെടുവാണ് രാത്രിയിൽ. അയ്യോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞോ, ഞാൻ ചെല്ലട്ടെ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ റൂമിൽ തന്നെ കയറുമ്പം നിങ്ങളുടെ പ്രസൻസൊക്കെ ആ റൂമിലുണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ചിരുന്നത് ഒക്കെ ആ സമയം ഇങ്ങനെ ആ പുള്ളി ആലോചിക്കുവാണ്. അവർ കൂടുതലും രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ചിന്തകൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈ രാത്രിയിലൊക്കെ മദ്യപിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിടന്നൊക്കെ ഉറങ്ങുന്നത്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ ഈ ഉറങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ ഇതുപോലെ ഉറക്ക ഗുളികകൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നായാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആവുക. ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അമ്മായിയമ്മയുടെ കൂടെ അല്ലെങ്കിൽ അമ്മായിച്ചൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കുക. ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി താമസിക്കുക എന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിന് ഇമോഷണലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ നിങ്ങളെ ഇപ്പോൾ ആവശ്യമുണ്ട്. അവർ അതിയായി ആഗ്രഹിക്കുവാണ് നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സാന്ത്വനം. നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി, ആ പഴയ പോലെ ഒന്ന് ആയാൽ മതി എന്നിങ്ങനെ പിന്നെയും ഒന്ന് റീബിൽഡ് ചെയ്യാൻ നോക്കുവാണ് നിങ്ങളുടെ ലൈഫ് പുള്ളി. അതുപോലെ തന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ നോക്കുന്നു. അതുപോലെ നിങ്ങൾ ലിവിങ് ടുഗെദർ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ആ സമയങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയ സമയം, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ്, അതൊക്കെ ഇങ്ങനെ പുള്ളി രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഉള്ളത്. നിങ്ങളൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് ആണ് ഇനി വരാൻ പോകുന്നത്.